ഇന്ന് നമ്മൾ കൃഷി സ്ഥലത്ത് ചെടികൾക്കൊക്കെ വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു പണിക്കാരനെയും കിട്ടി. നമ്മുടെ ഇവിടെ സ്ഥിരം വരുന്ന ആൾ തന്നെയാണ്. പുള്ളി വന്നു കാലത്തെ. കണ്ടോ, ചട്ടിയിലുള്ള നമ്മൾ നട്ട വെണ്ടയ്ക്ക, വെണ്ട, തക്കാളി, പച്ചമുളക് എല്ലാം തന്നെ കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കുറേ ചട്ടികളുണ്ട് ഇപ്പം. അതിലെല്ലാം നട്ട തൈകളൊക്കെ പൊങ്ങി വന്നു. അപ്പം നമ്മൾ അതിൽ ആവശ്യത്തിന് വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടാണ് പുള്ളിയെ നിർത്തിയത്. പിന്നെ കൂടാതെ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് വരണ വഴിയിൽ റോഡ് സൈഡിൽ കണ്ട ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ഒരു 5 വാഴക്കന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏത്തവാഴ 3ഉം പിന്നെ ഈ ചുമന്ന പൂവമ്പഴം ഉണ്ടാവുന്ന ഇത് 2ഉം, അങ്ങനെ 5 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ നമ്മൾ വയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് നാളെ നിർത്തിയത്. ഇത് നമ്മൾ ഏത്തവാഴയ്ക്കൊക്കെ നല്ല വലിപ്പമുള്ള കുഴി എടുപ്പിച്ചു. എന്നിട്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 10 കിലോ ജൈവവളം ഇടണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അത്രയൊന്നും ഇട്ടില്ല, ഒരു 5 കിലോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അതായത് കുമ്മായവും ചാണകപ്പൊടിയും എല്ലുപൊടിയും ജൈവവളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ കോവലം ഇപ്പോൾ ഡ്രമ്മിൽ നട്ടിരുന്ന എല്ലാം വലുതായി. എന്നിട്ട് അതെല്ലാം ഒരു പെർമനൻ്റ് ആയിട്ട് നമ്മളൊരു പന്തൽ പോലെ ഇട്ട് കൊടുത്തിരിക്കുക. കണ്ടോ, ഇരുമ്പിൻ്റെ ഓരോ ബീം വെച്ചിട്ട് അതിനകത്തേക്ക് പടർത്തി കയറ്റി, ആ പന്തലിലേക്ക് പടർത്തി കയറ്റി. അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ മരത്തിൻ്റെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതൊക്കെ ഒടിഞ്ഞ് വീണ് ചീത്തയായി പോവും. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇനി ഈ വാഴയുടെ കുഴിയൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ വളമൊക്കെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി അതിലേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാഴ കൊണ്ടുവന്ന് നടാമെന്ന് വിചാരിച്ചേക്കുക. കണ്ടോ, ഇതൊക്കെ ചാണകപ്പൊടിയും ജൈവവളവും ഒക്കെ ആണ് ഈ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുഴി ഓൾമോസ്റ്റ് ഒരു പകുതി ഒന്ന് ഫില്ല് ചെയ്തിട്ടാണ് ഈ നമ്മൾ വാഴയുടെ വാഴക്കന്ന് അത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ മുകളിലത്തെ ഭാഗം മാത്രം പുറത്തേക്ക് കാണത്തക്ക വിധത്തിൽ മണ്ണിട്ട് കൊടുക്കുന്നു. നമ്മുടെ കറ്റാർ വാഴ അടുത്തടുത്ത് തന്നെ കുറേ ഉണ്ടായി വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരിത് കൊണ്ടുവന്ന് നട്ട് വെച്ചതാണ്. അതിപ്പോൾ അടുത്തൊക്കെ ഒരുപാട് ചെറിയ തൈയായിട്ട് വന്നിട്ട് നല്ലതുപോലെ ഉണ്ടാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പണിക്കാരനൊരു കപ്പയുടെ മൂട് പൊക്കാനുള്ള ശ്രമത്തിലാണ്. കണ്ടോ, അധികമൊന്നുമില്ല, എന്നാലും ചെറിയ കുറച്ച് കപ്പക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. വാഴ കൊണ്ടുവന്ന് വെച്ചു, കണ്ടില്ലേ. ഇനി അത് കുറച്ച് മണ്ണൊക്കെ സൈഡിൽ നിന്നൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ മുളച്ച് വരാനുള്ള ഇത് മാത്രം മുകളിൽ കാണത്തക്ക വിധത്തിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. മണ്ണൊക്കെ ഇട്ട്, മണ്ണും വളമൊക്കെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പച്ചമുളക് നല്ലപോലെ ഉണ്ടായി വരുന്നുണ്ട്, കണ്ടോ. കറ്റാർ വാഴ അതുപോലെയാണ്. ഹൈബ്രിഡ് വെറൈറ്റി വിത്തുകൾ നട്ടത് കൊണ്ടായിരിക്കും പെട്ടെന്ന് വെണ്ടയ്ക്ക ഉണ്ടായി. കണ്ടോ, ചെറിയ പ്ലാന്റാണ്, പക്ഷേ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെയാണ്, ഇത് പെട്ടെന്ന് അങ്ങ് ചെടി ചീത്തയായി പോവുകയും ചെയ്യും, പാടി ഇതായിട്ട് നാശമായിട്ട് പോവുകയും ചെയ്യും. പച്ചമുളകും അതെ, പെട്ടെന്ന് തന്നെ കായ്ച്ചു. ഈ കാണുന്നത് പാവലമാണ്. കണ്ടോ, മുളച്ച് വന്നിട്ടുണ്ട്, ചെറിയ ചെടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പടർത്തി കയറ്റി വിടണം. പകലൊക്കെ ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെടി വാടിപ്പോകുക. എത്ര നനച്ചു കൊടുത്തിട്ടും പെട്ടെന്ന് വാടിപ്പോകുന്നു. കാരണം അത്രയ്ക്കും വെയിലുണ്ടേ, അതുകൊണ്ട് നനയ്ക്കാൻ ഇറങ്ങിയതാണ്.
ഇത് കോവലം ചെറുതായിട്ട് ഇത് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇത് സപ്പോർട്ടുമ്മ പടർന്ന് കയറിയിട്ടുണ്ട്. ഈ വഴുതന ചെടിയൊക്കെ സാച്ചുറേഷനായി. ഇനി ഇതൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇനി ഇതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വേറെ ചെടി നടണം. പെട്ടെന്ന് ഈ വഴുതനയ്ക്ക് മാത്രം പെട്ടെന്ന് അങ്ങ് ഫംഗസ് ബാധ ഉണ്ടാവുന്നുണ്ട്. വിയറ്റ്നാം എയർലിയിൽ ആകെ ഒരു ചക്കയേ ഉള്ളൂ. ഇത് ഞാൻ മുമ്പ് ചെറുതായിരുന്നപ്പോൾ കാണിച്ചിട്ടുണ്ട്. വേറെയും ചെറുതൊക്കെ ഉണ്ടായി വന്നെങ്കിലും അതൊക്കെ കൊഴിഞ്ഞു പോയി. ഇതിപ്പം മൂത്ത് റൈപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് എടുക്കാം എന്ന് വിചാരിക്കാം. ഇത് പൂവൻ വാഴയാണ്. ഇവിടെ പൂവൻ വാഴയാട്ടോ കൂടുതലും. ഇത് പക്ഷേ ഇപ്പം കുറച്ച് കൊലയൊക്കെ ചെറുതായിയാണ് വരുന്നത്. ഇത് റൈപ്പായിട്ടുണ്ട്. വേണമെങ്കിൽ വെട്ടിയെടുക്കാം. അതുപോലെ പാകമായിട്ടുണ്ട്.